നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 424 424. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 26-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്രീ നാരദ ഉവാച പുരഞ്ജന സ്വമഹിഷീം നിരീക്ഷ്യ അവധൂതാം ഭുവി തത്സംഗോന്മദിതജ്ഞാനോ വൈക്ലവ്യം പരമം യയോ. പുരഞ്ജനൻ ഭൂമിയിൽ പതിച്ചു കിടക്കുന്ന സ്വഭാര്യയെ കണ്ടിട്ട് അവളുടെ സംഘത്താൽ നശിച്ചിരിക്കുന്ന ജ്ഞാനത്തോടു കൂടിയവനായിട്ട്. അപ്പോൾ പുരഞ്ജനൻ്റെ എന്ത് നഷ്ടം വന്നു എന്നാണ് പറഞ്ഞത്? ജ്ഞാനം. പുരഞ്ജനൻ്റെ അറിവ് അവളുടെ സംഘത്താൽ നശിച്ചിരിക്കുന്ന ജ്ഞാനത്തോടു കൂടിയവനായിട്ടാണ് അർത്ഥം. ഈ അർത്ഥം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ അവിഹിതമായ സ്ത്രീ സംഘത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ് പറഞ്ഞത്. എത്ര വലിയ വിദ്വാനാണെങ്കിലും അതാണ് ഈ ഇന്ദ്രൻ തൻ്റെ പദവി നഷ്ടം വരുമോ എന്ന് സംശയം വരുമ്പോൾ ഒക്കെ ആരൊക്കെയാണ് അതിര് കടന്ന് തപസ് ചെയ്യുന്നത്? അവരുടെ തപസ് അളക്കാൻ വേണ്ടി ദേവലോകത്തെ നർത്തകിമാരെ പറഞ്ഞേക്കും എന്നുള്ള കഥകൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അത് ഇന്ന് രാഷ്ട്രീയത്തിലും ഔദ്യോഗിക പദവിയിലും വലിയ വലിയ മീറ്റിങ്ങിലൊക്കെ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് സത്യം. അപ്പോൾ പറയണു ഏറ്റവും വ്യാകുലഭാവത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ വൈക്ലവ്യം അനുഭവിക്കേണ്ട ഗതിക്ക് എന്തിനാണ് നമ്മൾ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം ഭാഗ്യമായി. അതുകൊണ്ടാണ് പറഞ്ഞത് 6, 8, 10, 12 വയസ്സുകളിൽ ഇത്തരം ജ്ഞാനസമ്പാദനത്തിനുള്ള വഴി നമ്മൾ നോക്കണം. ജ്ഞാനം സമ്പാദിച്ചാൽ അത് കൈമോശം വരാതെ കണ്ടിരിക്കാൻ ഈ ശ്ലോകത്തിലത്തെ വാക്കുകൾ അനിവാര്യമാണ് അറിയാന്നുള്ളത്. അപ്പോൾ അതിൽ ഭാവാർത്ഥം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. നാരദർ പറഞ്ഞു, വെറും നിലത്ത് കിടക്കുന്ന ഭാര്യയെ കണ്ടപ്പോൾ തന്നെ അവളുടെ സാന്നിധ്യം നിമിത്തമുണ്ടായ മോഹത്താൽ തനിക്ക് സ്വഭാവസിദ്ധമായ ജ്ഞാനം നശിക്കുകയും. സ്വഭാവശുദ്ധമാണ് ജ്ഞാനം. ജനിക്കുമ്പോൾ നമുക്കൊരു ജ്ഞാനമുണ്ട്, പക്ഷേ നമ്മളത് കളഞ്ഞു കുളിക്കണം. അപ്പോൾ ജ്ഞാനം നശിക്കുകയും ഏറ്റവും വ്യാകുലതയെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയുണ്ടായി. അപ്പോൾ അവിടെ അത് മറക്കാൻ പാടില്ല. എന്നിട്ട് പറയണു, സർവജ്ഞത്വാദി സ്വഭാവസിദ്ധ ധർമ്മങ്ങളിൽ നിന്ന് ജീവന് പതനം ഉണ്ടാകുവാൻ കാരണം രാജസി ബുദ്ധിയുടെ ചേർച്ചയാണെന്ന് പല പ്രാവശ്യം സൂചിപ്പിക്കുന്നത് ജന്മമരണാദി സംസാര കാരണമായ രജസംഗത്തെ ഉപേക്ഷിപ്പാൻ നന്നേ മനസ്സിരുത്തണമെന്ന് ബോധിപ്പിക്കുവാൻ ആകുന്നു. അപ്പോൾ എത്ര സപ്താഹങ്ങൾ നമ്മൾ കേട്ടു, എത്ര പ്രഭാത പ്രഭാത ഭക്ഷണം എത്രയോ ആൾക്കാർ ഓഫർ ചെയ്യുന്നുണ്ട്. മധ്യാഹ്ന ഭക്ഷണം, ഇടനേരം ഭക്ഷണം, രാത്രി ഭക്ഷണം ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് നമ്മൾ ഗെയിൻ ചെയ്തു? ഭാഗവതം സപ്താഹം ചെയ്തിട്ട് നമ്മൾ എന്ത് ഗെയിൻ ചെയ്തു? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം 19. സാന്ത്വയൻ ശ്ലഷ്ണയാ വാച ഹൃദയേന വിദൂയത പ്രേയസ്യ സ്നേഹസംരംഭ ലിംഗം ആത്മനിന അഭ്യഗാത്. അതായത് ദുഃഖിക്കുന്ന ഹൃദയത്തോടു കൂടിയവനായിട്ട്, ദുഃഖിക്കുന്ന ഹൃദയത്തോടു കൂടി ആയത് ആര് കാരണമാണ്? അവരവർ കാരണമാണ്.
തൻ്റെ ആത്മീയ നിർവൃത്തിക്കുള്ള വഴി നോക്കാതെ കണ്ട് സംഘം കൊണ്ട് ദുഷിച്ച സ്വഭാവത്തോടു കൂടിയവനായി. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അപ്പം മൃദുവാക്കിനാൽ സ്വാന്തനം ചെയ്യുന്ന രാജാവ് ഭാര്യയുടെ പ്രണയകലഹ കാരണത്തെ ആത്മാവിൽ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ ഭാവാർത്ഥം, വെറും നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ രാജഹൃദയം ചലിച്ചു. മൃദുവചനത്താൽ സമാധാനപ്പെടുത്തുവാൻ ആരംഭിച്ചു. പ്രിയ ഭാര്യയുടെ പ്രണയകലഹ കാരണം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയണം. അടുത്ത ശ്ലോകം. അനുനിന്യേ അധ ശനകേർവീരോ അനുനയകോ വിദാ സ്പർശ പാദയുഗളം ആഹ ച ഉത്സംഗലാളിതാം. അനുനയത്തിൽ സമർത്ഥനായ വീരൻ അനന്തരം മെല്ലെ അനുനയിച്ച് കാലുകളെ സ്പർശിച്ചു. മടിയിലിരുത്തി ലാളിക്കുന്ന അവളോട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞതെന്നൊക്കെ അടുത്ത ശ്ലോകത്തിലേ വരുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. വശീകരിപ്പാൻ സമർത്ഥനായ രാജാവ് ക്രമത്തിൽ അവളെ സ്വാധീനമാക്കി. എങ്ങനെയെല്ലാം എന്നാൽ ആദ്യമായിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു. പിന്നെ മടിയിലെടുത്തിരുത്തി ഈ വിധം പറവാൻ തുടങ്ങി. കാമാധീനത നിമിത്തം കാട്ടുന്ന ദൈന്യത്തെ പ്രകാശിപ്പിക്കുന്നത് കഥാചമൽകൃതിക്ക് വേണ്ടി മാത്രം. ചമൽക്കാരാണ്, അതിൽ മോഹിക്കരുത്. ഇത് അനുമോദിക്കരുത്, അനുനയിക്കരുത്. പുരഞ്ജനാവാച 21-ാമത്തെ ശ്ലോകം. നൂനം ത്വത്കൃത പുണ്യാസ്തേ ഭൃത്യ യോഷീശ്വരാശുഭേ കൃതാഗസ്വാത്മസാത്കൃത്വാ ശിക്ഷാദണ്ഡം ന യുജ്യതേ. ഭദ്രേ, ആ ദാസന്മാര് പുണ്യം ചെയ്യാത്തവർ തന്നെ നിശ്ചയം എന്നാണ് പറഞ്ഞത്. എങ്ങനെ? യാതൊരുത്തർ അപരാധം ചെയ്തിരിക്കുമ്പോൾ സ്വാമികൾ സ്വകീയന്മാരെന്നു ഭാവിച്ചിട്ട് ശിക്ഷാരൂപമായ ദണ്ഡത്തെ യോജിപ്പിക്കുന്നില്ല. വേണ്ട സമയത്ത് വേണ്ട ദണ്ഡനീതികൾ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ സ്വയം നാശം ഭവിക്കും എന്ന് വേദോക്തമായ കാര്യങ്ങളെ നമ്മൾ തിരസ്കരിച്ചു. അവിടെയാണ് പുരഞ്ജയൻ പറഞ്ഞു. അനുനയപ്രകാരം പറഞ്ഞു എന്നാ. അനുനയിക്കുക എങ്ങനെ? ഹേ ഭദ്രേ, ഏതൊരു ഭൃത്യന്മാർ കുറ്റം ചെയ്തിരിക്കുന്ന സമയം അവരുടെ സ്വാമികൾ അവരെക്കുറിച്ച് ആത്മീയന്മാർ എന്നു വിചാരിച്ച് തൽക്ഷണം ദണ്ഡിക്കാതിരിക്കുന്നുവോ ആ ഭൃത്യന്മാർ പുണ്യമില്ലാത്തവർ തന്നെ നിശ്ചയം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ തെറ്റ് ചെയ്യാതെ കണ്ട് നോക്കേണ്ടതും ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ സ്വഭാവമായിരിക്കുന്ന ആനന്ദത്തെ നഷ്ടം വരാതെ കണ്ട് സൂക്ഷിക്കാനും ജീവൻ താല്പര്യം കാണിക്കണം എന്നർത്ഥം വരും. ഇനി അടുത്ത ശ്ലോകം 22. പരമോ അനുഗ്രഹോ ദണ്ഡോ ഭൃത്യേഷു പ്രഭുണാർപ്പിത ബാലോ നവേദ തത്വന്നി ബന്ധുകൃത്യം അമർഷണാം. അതായത് ഭൃത്യന്മാര് പ്രഭുവിനാൽ കൽപ്പിക്കപ്പെടുന്ന ദണ്ഡം അത്യന്തം അനുഗ്രഹമാകുന്നു. സുന്ദരി, സഹനശീലമില്ലാത്ത ബാലൻ ബന്ധുകൃത്യമായ അതിനെ അറിയുന്നില്ല. അതായത് കുട്ടികൾ തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാർ ദണ്ഡിച്ചിട്ടില്ലെങ്കിൽ ആ ബാലൻ അറിയാതെ കണ്ട് വഴിക്ക് എന്തു ചെയ്യും? ഗർത്തത്തിൽ വീഴും. ശിക്ഷിച്ചാലോ നല്ല പൗരനായിട്ട് വളരും. അതിൻ്റെ ഭാവാർത്ഥം 2 പാരഗ്രാഫായിട്ടാണ് പറഞ്ഞത്. ഹേ സുന്ദരി, ഭൃത്യന്മാർ അപരാധം ചെയ്യുമ്പോൾ പ്രഭു അവരിൽ ഏർപ്പെടുത്തുന്ന ദണ്ഡം അവരെ കുറിച്ചുള്ള പരമാനുഗ്രഹമാകുന്നു. അപ്പോൾ കുട്ടികളെ അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട ആഹാരം കൊടുക്കാതെ കണ്ടിരിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളെ ആത്മസ്വരൂപത്തിൽ അഭയം പ്രാപിക്കാൻ പ്രേരിപ്പിക്കലാണ്. അതിനാണ് ഈ ഏകാദശി വ്രതം അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത്.
ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ടാവുമ്പോഴാണ് അത് നേരായ മാർഗത്തിലേക്ക് എത്തുള്ളൂ. ദണ്ഡം നിമിത്തം മേലിൽ അപരാധം ചെയ്യാതിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഒരാളെ ഒരു കേസിൽ പിടിച്ചാൽ ഇത് അയാളുടെ 40ാമത്തെ കേസാണെന്ന് പറയാൻ കാരണം എന്താ? ആദ്യത്തെ കേസിൽ വേണ്ട മാതിരി ദണ്ഡം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 39 ദണ്ഡം നമ്മൾ ചെയ്യില്ല. പക്ഷേ നമുക്ക് ദണ്ഡമില്ല, ദണ്ഡനീതികളില്ല. അപ്പോൾ അതാണ് അനുഗ്രഹസ്വരൂപം. ദണ്ഡാവസരത്തിൽ ക്രോധിക്കുന്നവനുണ്ടെങ്കിൽ അവൻ വാത്സല്യപൂർവം സ്വാമി ചെയ്തതായ ആ ബന്ധുകൃത്യത്തിൻ്റെ വിലയറിയാതെ മൂഢനാകുന്നു. അവൻ മൂഢനാകുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയല്ലേ ഭാഗവതത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്? സപ്താഹത്തിൽ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പാടുമോ? പാട്ട് പാടേണ്ട ആവശ്യമില്ല. പാട്ട് പാടിയിട്ടല്ല ആൾക്കാരെ കയ്യിലെടുക്കേണ്ടത്. ധാർമ്മികമായ വിഭവങ്ങൾ ശ്രോതാക്കൾക്ക് കൊടുക്കണം. അവർ സ്വീകരിച്ചില്ല എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത പാരഗ്രാഫ്. നിന്റെ സൗന്ദര്യാതിശയം നിമിത്തം ഞാൻ നിനക്ക് അധീനനായ ഭൃത്യൻ. എൻ്റെ അപരാധമാണ് നിനക്ക് കോപകാരണമെങ്കിൽ എന്നെ ശിക്ഷിക്കുക. ഈ വിധം നീ നിലത്ത് കിടന്ന് എന്നെ കഠിനമായി ക്ലേശിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് കാമുക ചേഷ്ടാ വിവരണം കഥയ്ക്ക് ഭംഗി കൂട്ടുവാനും വിഷയങ്ങളുടെ കുൽസിത വ്യാപാരങ്ങളെ വിശദമാക്കുവാനും ഈ വിധം വർണ്ണിച്ചതാകുന്നു. ഇത് ശരിയല്ലാതർത്ഥം. അടുത്ത ശ്ലോകം ഇവിടെ 23, 24, 25 ശ്ലോകങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അത് 4 വരി ശ്ലോകങ്ങളാണ്. എങ്ങനെ? സാത്വം മുഖം സുതതി ശുഭ്രനുരാഗഭാരവ്രീഡാവിളംബ വിലസദ്ധസിതാവലോകം നീലാളകാളിഭിരുപസ്കൃതമുന്നസം സ്വാനാം പ്രദർശയ മനസ്സുനി വൽഗുവാക്യം. ഇതാണ് 23ാമത്തെ ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ശോഭന ദന്തങ്ങളും പുരുകങ്ങളുമുള്ള സുന്ദരി ധീരചിത്തെ, ആ നീ സംബന്ധികളായ ഞങ്ങൾക്ക് അനുരാഗത്തിൻ്റെ ആധിക്യത്താലും ലജ്ജയാലുമുള്ള വിലംബത്താൽ ശോഭിക്കുന്ന പുഞ്ചിരിയോടും അവലോകത്തോടും കൂടിയതും നീലാളകങ്ങളാകുന്ന വണ്ടുകളാൽ അലങ്കരിക്കപ്പെട്ടതും ഉയർന്ന നാസികയോടുകൂടിയതും മനോഹര വചനത്തോടുകൂടിയതുമായ മുഖത്തെ ദർശിപ്പിച്ചാലും, നീ നിൻ്റെ മുഖത്തെ ഒന്ന് പ്രസന്നചിത്തയായിട്ട് എന്നെ നോക്കിയാലും എന്ന് ഗൂഢാർത്ഥം വരും അവിടെ. ഇനി ഇതിൻ്റെ ഭാവാർത്ഥമാണ് വരുന്നത്. എങ്ങനെ? ഹേ സുദതി, സുദതി, ഹേ സുബ്രു, ഹേ മനസ്സിനി, സൗന്ദര്യത്താൽ എന്നെ ദാസനാക്കിയിരിക്കുന്ന ആ നിൻ്റെ സൗന്ദര്യാസ്പദമായ മുഖം ഉയർത്തിക്കാട്ടി തരിക. അതല്ലാതെ എന്നെ ആനന്ദിപ്പിക്കുന്ന വസ്തു മറ്റൊന്നുമില്ല. എന്നിലുള്ള അനുരാഗത്തിൻ്റെയും സ്ത്രീ സഹജമായ ലജ്ജയുടെയും ഭാരത്താൽ മന്ദമായി പ്രസരിക്കുന്ന പുഞ്ചിരിയും കടാക്ഷവും പുറപ്പെടുന്ന ആ മുഖം എത്ര ആനന്ദകരം. ഇതിലാണ് വീണത് പാവം. നീലനിറമുള്ള കുറുനിരകളാകുന്ന വണ്ടുകളാൽ അലങ്കരിക്കപ്പെട്ടതായ ആ കോമളമുഖം താമരസപുഷ്പത്തിന് നിസ്സാരമാക്കുന്നു. അതായത് താമരയ്ക്ക് അത്ര ഭംഗിയില്ല, നിൻ്റെ മുഖത്തിൻ്റെ അത്ര ഭംഗിയില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ താമരയുടെ ഭംഗി ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന മനോഹര വാക്യത്തെ കേൾപ്പിക്കുവാൻ കാലതാമസം വരുത്തുന്നതായ നിൻ്റെ ധൈര്യം എന്നെ ഏറ്റവും ക്ലേശിപ്പിക്കുന്നതാകയാൽ അതിനെ വിട്ടുകളയുക എന്നാണ് പറഞ്ഞത്. അടുത്തത് 24ാമത്തെ ശ്ലോകം എങ്ങനെയാണ് പറഞ്ഞത്? തസ്മിൻ ദധേദം ദമം അഹം തവ വീരപത്നി യോ അന്യത്ര ഭൂസുരകുലാൽ കൃതകിൽബിഷസ്തം പശ്യേന വീതഭയമുന്മുദിതം ത്രിലോക്യാം അന്യത്ര വൈ മുരരിപോരിതരത്ര ദാസാത്. അതായത് വീരഭാര്യയെ യാതൊരുവൻ
നിനക്ക് അപരാധം ചെയ്തിരിക്കുന്നുവോ അവനെ പറയുക, അവനിൽ ദണ്ഡത്തെ ഞാൻ ചെയ്യുന്നുണ്ട്. ത്രിലോകത്തിൽ ബ്രാഹ്മണകുലത്തെ ഒഴിച്ചും, ആ ബ്രാഹ്മണന്മാർക്ക് ദണ്ഡമില്ല. കാരണം അത് ബ്രഹ്മഹത്യാപാപത്തേക്ക് വഴിവെക്കുന്ന പറഞ്ഞത്. അതാണ് അറിഞ്ഞോ അറിയാതെ കൊണ്ട് ഒരു സന്യാസീനെ അല്ലെങ്കിൽ ഒരു ആചാര്യനെ പഴിക്കാൻ പാടില്ല. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവരെ ധർമ്മം ചെയ്യണില്ല എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാണ്ട് ഞാനൊരു ശ്രോതാവിൻ്റെ നിലയ്ക്കല്ല അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ത്രിലോകത്തിൽ ബ്രാഹ്മണകുലത്തെ ഒഴിച്ചും വിഷ്ണുദാസനെ ഒഴിച്ചും വിഷ്ണുദാസന്മാരെ ഒഴിച്ചും, അതായത് ഭക്തിയുള്ളവരെ നമ്മൾ അപകീർത്തിപ്പെടുത്തരുത്, അത് പാപമായിട്ട് മാറും. ഭയരഹിതനും സന്തുഷ്ടനുമായിട്ടൊരു ശത്രുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഹേ വീരപത്നി, വീരനായ എൻ്റെ ഭാര്യയായ നീ ഈ വിധം ദുഃഖിക്കുന്നത് ഉചിതമല്ല. ഏതാനും ഒരുവൻ നിനക്ക് അപ്രിയം ചെയ്തതാണ് ദുഃഖകാരണമെങ്കിൽ അവനെ പറയുക, അവനിൽ ഞാൻ ദണ്ഡം ഏൽപ്പിക്കാം. എനിക്ക് അപരാധം ചെയ്ത ഒരുവൻ ബ്രാഹ്മണകുലത്തിലും ശ്രീഹരിദാസനിലും ഉൾപ്പെട്ടവനല്ലാത്ത പക്ഷം അവൻ ഭയരഹിതനോ സന്തുഷ്ടനോ ആയിരിക്കാൻ അവകാശമില്ല. അത്ര ധീരനായ ഒരുവനെ ഞാൻ 3 ലോകത്തിനുള്ളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കണം. സ്ത്രീകളോട് ഈ വിധം വീരവാദം പറയുന്ന കാമുക സ്വഭാവമാണെന്ന് കാണിച്ചിരിക്കുന്നു. സ്ത്രീകളോട് സ്വന്തം കുൽസിതാവസ്ഥയെ പ്രകടിപ്പിക്കുന്നതാണ്. ശരിയല്ല. ഇനി 25ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? വക്ത്രം ന ദേവി തിലകം അനിനം വിഹർഷം സംരംഭ ഭീമമവിവൃഷ്ടമപേതരം രാഗം പശ്യേ സ്തനാവഭിഷുജോ വഹദോ സുജാതോ ബിംബാധരം വിഗത കുങ്കുമപങ്കരാഗം. നിൻ്റെ മുഖം തിലകമില്ലാത്തതും, അതായത് കുലസ്ത്രീകളെ പൊട്ടു തൊടാതെ കൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ വരാൻ പാടില്ല എന്നാണ്. എപ്പോഴും പൊട്ടുകുത്രം. അപ്പോൾ തിലകമില്ലാത്തതും വാടിയതും സന്തോഷമില്ലാത്തതും കോപത്താൽ ഭയങ്കരമായതും ശോഭമില്ലാത്തതും സ്നേഹമില്ലാത്തതുമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്തെല്ലാം മുഖഭാവങ്ങളാണ് മുഖത്ത്. ഈ നവരസം എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ പറയുന്നുണ്ട്, മനോഹരങ്ങളായ സ്ഥലങ്ങളും കണ്ണീരാൽ അഭിഷിക്തങ്ങളുമായിട്ടും തൊണ്ടിപ്പഴത്തിന് തുല്യമായ അധരം കുങ്കുമം തേച്ചിട്ടുള്ളതുപോലെ ചുവപ്പോട് കൂടാത്തതായും കണ്ടിട്ടില്ല എന്ന് പറയുണ്ടായി. ഇനി അതുതന്നെയാണ് ഭാവാർത്ഥമായിട്ട് പറഞ്ഞത്. എന്താ? ഹേ പ്രിയേ, എന്താണ് ഉദാസീനനായിരിക്കുന്നത്? ഉദാസീനത്വത്തോടു കൂടി ഭർത്താവിൻ്റെ അടുത്ത് വരാൻ പാടില്ല. കാരണം എന്താ? ഭർത്താവിന് ഭാര്യയുടെ ഉദാസീനത സഹിക്കാൻ സാധിക്കില്ല. സഹിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക? പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട ഒരു വ്യക്തി ഈ ഒരു ദോഷത്താൽ ഉദാസീനനായാൽ, എത്ര നേരം ഉദാസീനനായി അത്രയും നേരം സത്കർമ്മത്തിൻ്റെ ഫലം കിട്ടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ ഇപ്പോൾ 2 ദിവസം തമ്മിലടിച്ച് മുണ്ടായിട്ടിരുന്ന എന്താ നഷ്ടം? നഷ്ടമാണത്. അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ കുട്ടിക്കാലത്ത് അറിഞ്ഞാലല്ലേ ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിന് മുമ്പൊരിക്കലും നിൻ്റെ സ്വരൂപം ഈ തരത്തിലുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ നിൻ്റെ മുഖത്തിന് അലങ്കാരമായ തിലകം കാണുന്നില്ല. സന്തോഷഹീനവും കോപത്താൽ ഭയങ്കരവുമായിരിക്കുന്നു. എന്നെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ സ്ഫുരണമോ തന്നിമിത്തമുള്ള ശോഭയോ മുഖത്തിൽ കാണുന്നില്ല. മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. എൻ്റെ മനസ്സിനെ ഹരിക്കുന്ന നിൻ്റെ സ്തനങ്ങൾ കണ്ണീരിനാൽ നനഞ്ഞിരിക്കുന്നതായിട്ടോ തൊണ്ടിപ്പഴം പോലെ സ്വതേ തുടുത്തിരിക്കുന്ന നിൻ്റെ അധരം താമ്പൂല തർവണം നിമിത്തം കുങ്കുമം തേച്ചതുപോലെയുള്ള ചുവപ്പോടു കൂടാത്തതായിട്ടോ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല.
ഇപ്പോൾ ഇങ്ങനെ വരാൻ എന്തു കാരണം പറയുക, എന്നെ ഈ വിധം ഖേദിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം ഈ 26-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. 26 ശ്ലോകങ്ങളുള്ളൂ ഈ അധ്യായത്തിൽ. അതെന്താണ്? തന്മേ പ്രസീത സുഹൃതകൃതകിൽബിഷസ്യ സ്വൈരം ഗതസ്യ മൃഗയാം വ്യസനാതുരസ്യ കാ ദേവരം വശഗതം കുസുമാസ്ത്രവേഗവിസ്രസ്തപൗസ്തനുമുഷതീന ഭജേത കൃത്യേ. എന്താ അതിനർത്ഥം വരിക? വ്യസനത്താൽ ദുഃഖിതനും സ്വതന്ത്രമായിട്ട് നായാട്ടിന് പോയവനും അപരാധം ചെയ്തവനും നിൻ്റെ പേരിൽ സ്നേഹയുക്തനുമായ എൻ്റെ നേരെ പ്രസാദിക്കുക. ഞാൻ നായാട്ടിന് പോയി എന്നുള്ളത് നിനക്ക് വിരസതയെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇനി ഞാൻ പോകുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ മന്മഥബാണശക്തിയാൽ ശിഥിലമായ പൗരുഷത്തോടു കൂടിയവനും, അതാണ് പ്രശ്നം. മന്മഥബാണത്തിന് നമ്മളെ ദുഃഖിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആനന്ദത്തെ മന്ദീഭവിക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യരുത്. സ്വാധീനനുമായ രതിപ്രദനെ മനോഹരിയായ ഏതൊരുവൾ സമുചിത സമയത്തിൽ അംഗീകരിക്കയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, പ്രിയേ, നിൻ്റെ മൗനത്താൽ ഞാൻ തന്നെയാണ് അപരാധം ചെയ്തവനെന്നിപ്പോൾ ധരിച്ചു. അപ്പോൾ ശിക്ഷ എനിക്കാണ് വേണ്ടതെന്നാണ് അല്ലേ? എൻ്റെ അപരാധം എന്താണെന്നും മനസ്സിലായി. നിന്നോട് കൂടാതെ ഞാൻ താനെ തന്നെ സ്വതന്ത്രനായിട്ട് വേട്ടയ്ക്ക് പോയതാണ് നിൻ്റെ കോപകാരണം. അങ്ങനെ പോയത് തെറ്റു തന്നെ. പക്ഷേ സ്വതേ എനിക്കുള്ള ആ വാസനയ്ക്ക് ഞാൻ അധീനനായതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. അപ്പോൾ തൻ്റെ പരാജയം ഏറ്റുപറയുക ചെയ്യുന്നത്. എന്തിനാ പരാജയബോധം ഉണ്ടാവുന്നത്? എന്തിനാണ് നായാട്ടിന് പോയത്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിന്നിൽ എപ്പോഴും അത്യന്തം സ്നേഹയുക്തനായ എൻ്റെ ആ അപരാധത്തെ ക്ഷമിച്ച് എന്നിൽ പ്രസാദിക്കുക. മന്മഥബാണത്താൽ പൗരുഷം നശിച്ചും. അപ്പോൾ അതിനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. പിന്നെ പ്രേയസിക്ക് അധീനമായും ഇരിക്കുന്ന രതിപ്രദനായ കാന്തൻ സമീപത്ത് വന്നിരിക്കെ ഏകാന്തത്തിൽ സമുചിത കൃത്യനായി ഒരുങ്ങാത്ത മനോഹരിയായ കാന്ത ഏതൊരുവളെങ്കിലുമുണ്ടോ? ആരുമില്ല. ഉണ്ടെങ്കിൽ അവൾ രസജ്ഞയല്ല. അപ്പോൾ ഈ രസജ്ഞ എപ്പോഴേ ആവാൻ പാടൂ? ഒരു ചൊല്ലുണ്ട്, തിഥിയും നാളും പക്കവൊക്കെ നോക്കിയിട്ട് രാത്രി. കാരണം ഈ രതി സുഖം അനുഭവിക്കുക എന്നുള്ളത് എന്താണ് പറയുക, പകല് ആണെങ്കിൽ അതിന് പാപമുണ്ട് എന്നാണ് വേദങ്ങൾ പറയുന്നത്. ശരീരത്തിനുണ്ടാകുന്ന ചൂട്, ഇതൊക്കെ പ്രതിപാദ്യ വിഷയങ്ങളാണിതിൽ. ഇതൊന്നും അറിയണില്ല നമ്മൾ. കാരണം ഇത് സീരിയസ് ആയിട്ട് പഠിച്ചാലല്ലേ ഇതൊക്കെ അറിയുള്ളൂ. അതും പറയുന്നുണ്ട്, സന്ധ്യായാമത്തിന് പാടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ പല കഥകളും വരുന്നതിൽ. അപ്പോൾ അജാമിളോപാഖ്യാനം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. രാക്ഷസന്മാരുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ പറയണു, കാമുകന്മാരുടെ ദൈന്യത്തെ ഇത്രത്തോളം സ്പഷ്ടമാക്കിയത് എത്ര തന്നെ ബുദ്ധിമാനും ധീരനുമായാലും സ്ത്രീവശനായാൽ അവൻ്റെ പൗരുഷം നശിച്ചു എന്നും പുരുഷനെ അധപ്പതിപ്പിക്കുന്ന കാമത്തെ അടക്കുവാൻ വിവേകികൾ തന്നെ മനസ്സിരുത്തണം എന്നും ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപകാരം സാധകന്മാർക്ക് ഉണ്ടാവണം. പുരുഷന്മാർ ഇത് മനസ്സിലാക്കണം. സ്ത്രീകൾ ഈ പരിധിയെ ഉല്ലംഘിക്കാനും പാടില്ല. അപ്പോൾ രണ്ടാളും, സ്ത്രീകൾക്കും പുരുഷനും ഇത് ഒരു നീതി
ബോധം ഉണ്ടാക്കേണ്ട അധ്യായങ്ങളാണിതൊക്കെ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ പുരഞ്ജനോപാഖ്യാനേ സ്വപ്നാവസ്ഥാനിരൂപണം നാമ ഷഡ്വിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി സമയമുണ്ട്. അപ്പം എന്ത് ചെയ്യുക? അടുത്ത അധ്യായത്തിലേക്ക് പോവുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 27-ാം അധ്യായം. നാരദ ഉവാച. ശ്ലോകം 1. ഇത്തം പുരഞ്ജനം സദൃക് വശമാനീയ വിഭ്രമേ പുരഞ്ജനീ മഹാരാജ രേമേ രമയദീപതീം. എന്താ അതിന് അർത്ഥം പറയണത്? ഹേ മഹാരാജാവായുള്ളവനെ, പുരഞ്ജിനി എന്ന ആ സ്ത്രീ വിലാസങ്ങളാൽ ഇപ്രകാരം പുരഞ്ജനനെ ദൃഢമായി വശപ്പെടുത്തിയ ശേഷം ഭർത്താവിനെ രമിപ്പിക്കുന്നവളായിട്ട് രമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. നാരദൻ പറഞ്ഞു, ജീവൻ ശരീരത്തെ ആത്മത്വേന അഭിമാനിച്ചതുകൊണ്ടുള്ള സംസാര അനർത്ഥങ്ങളെ ഈ അധ്യായത്തിൽ നിരൂപിക്കുന്നു. പ്രതിപദം അധ്യാത്മപക്ഷത്തിലും അർത്ഥം പ്രയാസപ്പെട്ട് യോജിപ്പിക്കാമെങ്കിലും സ്ത്രീ ശരീരത്തെയും പുരുഷ ശരീരത്തെയും അത്യന്തം അഭിമാനിക്കുന്നതിനാൽ ജീവന് സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും വസിക്കേണ്ടതായി വരുന്നുണ്ടെന്ന് മാത്രമാണ് ശ്രീ നാരദരുടെ മുഖ്യമായ അഭിപ്രായം. ജീവൻ സ്ത്രീയിലും പുരുഷനിലും അപാകതകളോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. എങ്ങനെയാകുമ്പോൾ? ലൗകികതയിൽ ജീവിക്കുമ്പോൾ. രണ്ടു കൂട്ടരിലും ആത്മീയമായിട്ടിരിക്കുമ്പോഴോ അതിന് ശ്രേഷ്ഠത കൂടും ചെയ്യും. അപ്പോൾ ഇത് ആരാ ചെയ്യേണ്ടത്? ജീവൻ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് ശ്രേഷ്ഠമായ അവസ്ഥ വേണോ അധപ്പതിച്ച അവസ്ഥ വേണോ? ശരിയും തെറ്റും നമ്മൾക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. അതിനെ സ്വീകരിക്കണോ? ഏതിന് വഴങ്ങണം, ഏതിന് വഴങ്ങാതെ ഇരിക്കരുത്, ഏതിനെ പ്രാപിക്കണം, ഏതിനെ പ്രാപിക്കരുത്. അവിടെയാണ് സെൽഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ജീവിതത്തിൻ്റെ മോട്ടോ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പറയണു, പുരുഷരൂപേണ ജീവൻ അനുഭവിച്ചതായ സംസാര ദുഃഖത്തെ ഇതിനു മുമ്പ് 3 അധ്യായങ്ങൾ കൊണ്ടും സ്ത്രീഭാവത്താൽ അനുഭവിച്ച ദുഃഖത്തെ ഒരധ്യായം കൊണ്ടും വർണ്ണിച്ചു. അപ്പോൾ 3:1 3 തെറ്റ് സ്ത്രീ പുരുഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീ ഒരു തെറ്റേ ചെയ്യുന്നുള്ളൂ. അടിമപ്പെടുന്നതും അടിമപ്പെടാതെ കൊണ്ടിരിക്കുന്നത് ആരാ? പുരുഷനാണ്. പുരുഷൻ അടിമപ്പെട്ടിട്ടില്ലെങ്കിൽ ജാഗ്രതാവസ്ഥയിൽ സുസ്ഥിരമായ രീതിയിൽ ജീവിക്കും, ഇല്ലെങ്കിലോ അധപ്പതിച്ച് ജീവിക്കും. അപ്പോൾ പറയണു, ആ സംഗതിയെ തന്നെ സന്ദർഭാനുസരണം ഒന്നുകൂടെ വിവരിപ്പാനായിട്ട് ഈ അധ്യായത്തിൽ ഭാവിക്കുന്നത്. പ്രതിപദം അധ്യാത്മപക്ഷത്തെ യോജിപ്പിക്കുന്നത് ദുർഘടവും നിഷ്പ്രയോജനവുമാകയാൽ ആവശ്യമുള്ളിടത്തോളം മാത്രമേ അതിനായി പരിശ്രമിക്കുന്നുള്ളൂവെന്ന് ആദ്യം തന്നെ പ്രസ്താവിച്ചു കൊള്ളുന്നു. മഹാരാജാവായുള്ളവനെ മുമ്പ് വിവരിച്ച രീതിയിൽ ശൃംഗാരാദിഭാവങ്ങളെ പ്രകാശിപ്പിച്ചിട്ട് പുരഞ്ജനനെ ബലമായി സ്വാധീനപ്പെടുത്തിയ പുരഞ്ജനി ഭർത്താവിനെ രമിപ്പിച്ചും കൊണ്ട് താനും രമിച്ചു. ഓക്കെ, ഇനി അതിൻ്റെ വേറൊരു ഭാവം പറയാണ്. സുഖാനുഭവത്തിൽ ജീവൻ ബുദ്ധിക്കു കീഴടങ്ങുകയും ബുദ്ധി സ്വതന്ത്രയായിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുകയും ഭർത്താവ് അവൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് ലോകത്തിൽ കാണുന്ന പ്രത്യക്ഷ അനർത്ഥങ്ങളെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ പാരതന്ത്ര്യത്തെ സ്പഷ്ടമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സമൂഹത്തിനെ നേരായ വഴിക്ക് നയിക്കലാണ് എന്തിൻ്റെ ഉദ്ദേശം? ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. അത് നമ്മൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ
ശ്രോതാക്കൾ മടിയില്ലാതെ കണ്ട് ആഖ്യാനം വായിച്ചു പഠിക്കണം. പിന്നെ മതി വായിക്കാൻ പഠിക്കൽ. മനസ്സിലായില്ലേ? ഒരു ശ്ലോകം കൂടിയും പറഞ്ഞിട്ട് നിർത്താം. രണ്ടാമത്തെ ശ്ലോകം. സ രാജാമഹിഷീം രാജൻ സുസ്നാദാം രുചിരാനനാം കൃതസ്വസ്തയനം തൃപ്തം അഭ്യനന്ദതുപാഗതാം. ഹേ രാജാവേ, വേണ്ടതുപോലെ സ്നാനം ചെയ്തവളും മനോഹരമായ മുഖത്തോടു കൂടിയവളും മംഗളപദാർത്ഥങ്ങളെ ധരിച്ചവളും തൃപ്തിപ്പെട്ടവളും സമീപത്ത് വന്നിരിക്കുന്നവളുമായ ഭാര്യയെ ആ രാജാവ് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. പുരഞ്ജനി പുരഞ്ജനനെ രമിപ്പിച്ച രീതിയെ, ലോകരീതിയെ അനുസരിച്ച് വർണ്ണിക്കുന്നു. ഹേ മഹാരാജാവേ, പുരഞ്ജനി സ്നാനാദി കൃത്യങ്ങളെ കഴിച്ച് ശരീരം മലങ്ങളെ നീക്കം ചെയ്തതിനാൽ, ശരീരമാലിന്യങ്ങളെ നീക്കം ചെയ്തു. പക്ഷേ എന്തിനും ഏതിനും മുമ്പ് മനോമാലിന്യങ്ങളെ ദൂരീകരിക്കാൻ സാധിച്ചാലേ ശരിയാവുള്ളൂ. മനോമാലിന്യങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അന്ധതാമിശ്രം എന്നുള്ള നരകത്തിൽ സ്വയം തള്ളപ്പെടുന്നത് എങ്ങനെയാണ്? മനസ്സിലെ ഇരുട്ട് പകരുമ്പോഴാണ്. അപ്പോൾ വിദ്യയാണ് മനസ്സിൽ വിചാരിച്ചാൽ അവിടെ ഇരുട്ടുണ്ടാവില്ല. അവിദ്യയാണെന്ന് വെച്ചാലോ ഇരുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു പോസ്റ്റ് ചെയ്തു. എന്താ, കണ്ണ് കണ്ടിട്ടില്ലെങ്കിലും മനക്കണ്ണ് തുറന്നിട്ടില്ലെങ്കിലാണ് ആപത്ത്. കണ്ണ് കാണാത്തവരൊക്കെ എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻസ് ആവും. ഞാനതിന് ദൃഷ്ടാന്തമുള്ള ആളാണ്. എൻ്റെ പെങ്ങൾക്ക് കണ്ണ് കാണില്ല, പക്ഷേ ഷീ ഈസ് എക്സ്ട്രീംലി ഒബീഡിയൻ്റ് ആൻഡ് സിൻസിയർ. നോട്ട് ഓൺലി ദാറ്റ്, എല്ലാവിധ കാര്യങ്ങളിലും ഞങ്ങളെക്കാൾ ഒക്കെ മുന്നെയാണ് അവൾ. അതെങ്ങനെ സാധിക്കുന്നത്? ആ മനക്കണ്ണ് തുറന്നു, അകക്കണ്ണ് തുറന്നു എന്നൊക്കെ പറയും. അപ്പോൾ പറയണു, പുരഞ്ജിനി സ്നാനാദി കൃത്യങ്ങളെ കഴിച്ച് ശരീരമലങ്ങളെ നീക്കം ചെയ്തതിനാൽ മുഖ ആദി അവയവങ്ങളിൽ പൂർവാധിക ശോഭ ജനിച്ചിരിക്കുന്നു. കുങ്കുമം, ചന്ദനം മുതലായ മംഗളപദാർത്ഥങ്ങളെ കൊണ്ട് ദേഹം അലങ്കരിച്ചു. മൃഷ്ടാന ഭോജനം, താമ്പൂല ചർവണം മുതലായവ കഴിച്ച് സംതൃപ്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭർതൃസമീപം വന്നു നിന്നു. ആസന്നയായിരിക്കുന്ന ഭാര്യയെ പുരഞ്ജനൻ സൽക്കാരപൂർവം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.